ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം, ഇതൊരു ഡൈസിന് ചോദ്യം. നിങ്ങൾക്ക് ഇങ്ങനെ 4 ഡൈസ് വരും. ഇപ്പോൾ ഓരോ ഫേസിന് എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ട്, എ ബി സി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. 4 forms of a dice are shown below. 4 തരം ഡൈസ് തന്നിട്ടുണ്ട്. ഇൻ ദിസ് ഡൈസ് വിച്ച് വേർഡ് വിൽ ബി ഓൺ ദ ഓപ്പോസിറ്റ് സർഫസ് ഓഫ് ദ വേർഡ് ഡി? അപ്പോൾ എന്താണ് ചോദിച്ചത്? ഇൻ ദിസ് ഡൈസ് വിച്ച് വേർഡ് വിൽ ബി ഓൺ ദ സർഫസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് ഡി? എന്താ വെച്ചാൽ ഏത് ലെറ്റർ, ഇവിടെ വേർഡ് ഉദ്ദേശിച്ച ലെറ്ററാണ്, ഏത് ലെറ്ററായിരിക്കും ഡീൻ്റെ ഓപ്പോസിറ്റ് ആവാം? ഇതിലേതായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ അത് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ ഈ ഡൈസിന് പ്രത്യേകത എന്താ? ഇത് തുറന്നു നോക്കി നമുക്ക് എങ്ങനെയും കാണാം. അത് കുറച്ച് ടഫ്. നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഫോർ ഇത് സെയിം ചോദ്യം തന്നെയാണ്, കുറച്ച് വേറെ രീതിയിൽ ചോദിച്ചതാണ്, നമ്പേഴ്സ് രീതി ചോദിച്ചാൽ. 4 forms of a dice are shown below. In this dice which digit will be on the surface opposite to digit 4? ഓക്കെ, നമുക്ക് 4 ഡൈസ് തന്നിട്ടുണ്ട് ഉണ്ടോ? ഇതിലേതായിരിക്കും, ഏത് ഡിജിറ്റ് ആയിരിക്കും 4ൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് ചോദിച്ചത്. 4ൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? വിച്ച് ഡിജിറ്റ് വിൽ ബി ഓൺ ദ സർഫേസ് ഓപ്പോസിറ്റ് ടു ദ ഡിജിറ്റ് 4? അപ്പോൾ ഇതൊക്കെ ഒരു ഡൈസ് തന്നെയാണ് കേട്ടോ. 4 വേറെ വേറെ ഡൈസ് അല്ല, ഒരു ഡൈസിൻ്റെ 4 ഭാഗങ്ങളായിട്ടാണ് കാണിച്ചത്. ഇപ്പോൾ ഈ ഡൈസ് ഇപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? കുറച്ച് ഇങ്ങനെ വരയ്ക്കാനാണ് നിങ്ങൾക്ക് ഡൈസ് ഈ ഒരു ഫോർമാറ്റിൽ. ഇപ്പോൾ 5 ഇവിടെ ആണെങ്കിൽ നമുക്ക് സെൻറ്റർ 5 ആക്കി എടുക്കാം. 5 ഇവിടെയാണ്, 5ന് തൊട്ട് മുകളിൽ 2 ആയിരിക്കും. കണ്ടോ, ഇവിടെ കണ്ടോ? ഈ ഫസ്റ്റ് ഡയഗ്രാം കണ്ടോ? ഈ ഒരു ഡയഗ്രാമിൽ ഇവിടെ 5 ആണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ 2 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ തൊട്ട് സൈഡിൽ എന്തായിരിക്കും? ഇവിടെ എന്താണ്? 1. ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഡയഗ്രാം നോക്ക്. രണ്ടാമത്തെ ഡയഗ്രാം എന്താണ്? 5 തൊട്ട് മുകളിലാണ്, അതിൻ്റെ 1ൻ്റെയും 5ൻ്റെയും ഇടയിൽ 6 ആയിരിക്കും. അപ്പോൾ 1ൻ്റെ 5ൻ്റെ ഇടയിൽ 6 ആണ്. ഇവിടെ ഈ നമ്മുടെ ഡയഗ്രാമിൽ 6 എവിടെ നമ്മൾ വരയ്ക്കും? ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ 6 വരെ? മനസ്സിലായോ? ഇനി എന്താ ബാക്കിയുള്ളത്? ഇനിയിപ്പോൾ എന്താ വരിക? ഇതിനൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരില്ലേ? ഒരു ഡൈസിന് എത്ര ഫേസ് ഉണ്ട്? ഒരാൾ ചാറ്റ് ബോക്സിൽ ഒരു ഡൈസിന് എത്ര ഫേസ് ഉണ്ട്, എത്ര ഭാഗങ്ങളുണ്ട്, എത്ര മുഖങ്ങളുണ്ട്? 6 1 2 3 4 5 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ 6 ഫൈൻ്റെ സൈഡിലല്ലേ വരിക? 6 ഫൈൻ്റെ സൈഡ് നമ്മൾ നോക്കുകയാണ്, നമുക്ക് ട്രൈ നോക്കാം, നമുക്ക് അവസാനം നോക്കാം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഓക്കെ, 2 5 6 1 നമ്മൾ എഴുതി. ഇനി നോക്കേണ്ട 6ൻ്റെ അടുത്ത് ഏതൊക്കെ വരിക? മൂന്നാമത്തെ നോക്കുക. 6 ഇവിടെ ആണെങ്കിൽ 6ന് തൊട്ടടുത്ത് 5 ആയിരിക്കണം. 6ന് തൊട്ടടുത്ത് 5 വന്നു. പിന്നെ മറ്റേ വശത്ത് 4 ആയിരിക്കണം. 4 6ഉം 5ൻ്റെ ഇടയിലാണ് വരിക. അപ്പോൾ അത് അവിടെ 4. ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? ഇനി അടുത്ത ഡയഗ്രാം, 4th ഡയഗ്രാം കൂടി ചെക്ക് ചെയ്യുക. 3 നമ്മളിതുവരെ 3 എഴുതിയിട്ടില്ല. 3 എന്തിനിടയിലൊക്കെ വരിക? 3 2ഉം 4ൻ്റെ ഇടയിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ 3 എഴുതാൻ പറ്റുമോ? ഇനി ഇത് നമ്മൾ ഈ ഒരു സംഭവം നമ്മളൊന്ന് കൂട്ടി വെച്ച ഒരു ഡൈസ് ആക്കിയ ഈ നമുക്ക് 4 ഡൈസായിട്ട് കൺഫേം ആവില്ലേ? ലൈക്ക് സെയിം ഡൈസ് ആവില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ നമ്മൾ ഡൈസ് എങ്ങനെയാണ് വരച്ചതെന്ന്? നിതാ മനസ്സിലായോ എങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം നമ്മൾ ഇല്ല? മനസ്സിലായില്ല? ഓക്കെ, കുറച്ചും കൂടി ഇപ്പോൾ നമുക്കറിയാം ഒരു ഡൈസ് എങ്ങനെയാണ്. ഇതൊക്കെ ഈ 4 ഓപ്ഷൻ തന്നില്ല, 1 2 എഴുതിയത്, ഇതൊക്കെ ഒരേ ഡൈസാണ്. ഒരേ ഡൈസ് വേറെ വേറെ രീതിയിൽ വെച്ചതാണ്. വേറെ വേറെ രീതിയിൽ വെച്ചപ്പോൾ അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ നമ്പറാണ് വരുന്നത് കാണിച്ചതാണ്. അപ്പോൾ ഈ ഡൈസ് നമ്മൾ എങ്ങനെ ഇമാജിൻ ചെയ്യേണ്ട പകരം നമ്മൾ എന്ത് ചെയ്ത്, ഒരു ഡൈസ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇതിന് പകരം നമ്മൾ ഇതിൻ്റെ ഓരോ ഫേസ് നമ്മൾ തുറന്ന് വെച്ച്, അപ്പോൾ അതിങ്ങനെ വെച്ച് അതിൻ്റെ മോൾ ഭാഗം ഇതാ വിചാരിച്ചു, ഇതതിൻ്റെ സൈഡ് ഭാഗം, ഇതതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം, ഇതിൻ്റെ താഴ്ഭാഗം, പിന്നെ ഒരു ഭാഗം കൂടി ഇല്ലേ, ഒരു ഭാഗം കൂടി, അത് നമുക്ക് വേണമെങ്കിൽ എവിടെ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. ഇങ്ങനെ വെച്ചു. ഇതതിൻ്റെ ബോട്ടമാട്ടോ, ബോട്ടമാണ് ഇത് ഉദ്ദേശിച്ചത്. ഇവിടെ വരെ മനസ്സിലായോ നമ്മളെങ്ങനെ ഡൈസ് വരയ്ക്കുന്നതെന്ന്? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു നമ്പർ സെൻറ്റർ ആക്കി എടുക്കാം. ഏതെങ്കിലും നമ്പർ സെൻറ്റർ ആക്കി എടുക്കാം. നമുക്ക് ഏതാ എടുക്കുക? ഇപ്പോൾ എല്ലാത്തിലുള്ള ഒരു നമ്പർ പറയും, 4 ഒരു നമ്പർ, അങ്ങനത്തെ നമ്പർ ഇല്ല. നമുക്ക് 5 എടുക്കാം. 5ഉം ഈ 3 5 ശരി, 3 നമ്പർ വരുന്നുണ്ട്. നമുക്ക് 5 എടുക്കാം തൽക്കാലം. ഈ 5 സെൻറ്റർ ആക്കി എടുക്കാം. കളർ മാറ്റമാണ്. 5 സെൻറ്റർ ആക്കി എടുക്കാം. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഡയഗ്രാം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഡയഗ്രാം എങ്ങനെയാണ്? 5ൻ്റെ മുകളിൽ 2 വരുന്നുണ്ട്, 5ൻ്റെ മുകളിൽ 2 വരുന്നുണ്ട്, എന്നിട്ട് 5ൻ്റെ സൈഡിൽ 1 വരുന്നുണ്ട്. ഇല്ലേ, അത് മനസ്സിലായോ? അപ്പോൾ 5ൻ്റെ മുകളിൽ നമ്മൾ 2 എഴുതി, 5ൻ്റെ റൈറ്റ് സൈഡിൽ 1 എഴുതി. ഓക്കെ, രണ്ടാമത്തെ വെച്ച ഡൈസ് നമ്മൾ വേറെ രീതിയിൽ വെച്ച്. അപ്പോൾ 5ൻ്റെ മുകളിലാണ് 1 വരുന്നത്. അപ്പോൾ എങ്ങനെ ഇരിക്കണ്ടാവുക? 5ൻ്റെ മുകളിലാണ് 1 വരുന്നത് വെച്ചാൽ അത് നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെ വരാം, ഇവിടെ എങ്ങനെയൊക്കെ വരിക? 5ൻ്റെ മുകളിലാണ് 1 വരുന്നതെങ്കിൽ അപ്പോൾ 6 എവിടേക്കും വരിക? നോക്കൂ, 6 എവിടേക്കും വരിക? അതിൻ്റെ തൊട്ട് 1ഉം 5ൻ്റെ ഇടയിലല്ലേ 6 വരിക, അല്ലേ? മനസ്സിലായോ? 6 എവിടേക്കും വരിക? 1ഉം 5ൻ്റെ ഇതിങ്ങനെ വിചാരിക്കും, 5ന് തൊട്ട് മുകളിൽ 1 എങ്കിൽ 6 എപ്പോഴേക്കും? 5 തൊട്ട് സൈഡിലല്ലേ വരിക? ഇങ്ങനെ വരൂലേ? എന്തായാലും 6 എവിടെ വരണോ? 6 5ൻ്റെ അടുത്തും ആവണോ, 1ൻ്റെ അടുത്തും ആവണം. നമ്മൾ 6 ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇവിടെ കൊണ്ടുവച്ചേക്ക് 5 എന്തേക്ക് 1ൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഡൈസ് നോക്കാം. അടുത്തിൽ 6ആണ്. 6ൻ്റെ അടുത്ത് 5 വരുന്നുണ്ട്, 6ൻ്റെ അടുത്ത് 5 ഉണ്ട്, നമ്മൾ വരച്ചതിലുണ്ട്. പിന്നെന്താ, 6ൻ്റെ അടുത്ത് 4 വരുന്നുണ്ട്, 6ൻ്റെ അടുത്ത് 4 വരുന്നുണ്ട്. പക്ഷെ 4 നമ്മൾ 4 വേറെ എവിടെയെന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ 4ാമത്തെ ഡയഗ്രാം കൂടി നോക്കാം. അതിലും 4 ഉണ്ട്. 4 എന്തിൻ്റെ ഒക്കെ? 4 2ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2ൻ്റെ അടുത്ത് ഏതാണുള്ളത്? നമുക്ക് 3 നമുക്ക് തന്നിട്ടില്ല, ഇതുവരെ നമ്മൾ വേറെ എവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ 4 എന്തായാലും 6ൻ്റെ അടുത്തും ഉണ്ടാവണം എന്നറിയാം. 4 6ൻ്റെ അടുത്തും ഉണ്ടാവണം. പിന്നെ എവിടെ വരണം? 2ൻ്റെ അടുത്തും വരണം, അല്ലേ? 4 എവിടെയൊക്കെ വരണം? ഈ 4 നമ്പർ 6ൻ്റെ ഇടയിലും വരണം, 2ൻ്റെ ഇടയിലും വരണം, അല്ലേ? ഈ ഡയഗ്രാമിൽ 6ൻ്റെ അടുത്ത്, ഈ ഡയഗ്രാം 2ൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ഇവിടെ 6ൻ്റെ അടുത്തുകൊണ്ട്, 2ൻ്റെ അടുത്തുകൊണ്ട്, പിന്നെ ഇവിടെ 5ൻ്റെ അടുത്തുകൊണ്ട്. അപ്പോൾ ശരിയല്ലേ? ഇനി 3 ആകെ ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയാൽ റെഡിയാവോ? 3 ഇതിപ്പോൾ ക്ലോസ് ചെയ്ത ഈ 3 ശരിക്കും എന്താ അടിയിലാണ് വരുന്നത്. 5 സെൻറ്ററാണ്, 5 ഏറ്റവും മുകളിലാണെങ്കിൽ 3 ഏറ്റവും അടിയിലായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ക്യൂബ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് വിചാരിച്ചു. ക്യൂബ് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ 5 വരച്ചോ വരുന്നില്ല. നോക്കടാ, നിങ്ങൾ റഫ് ബുക്കിലൊന്ന് വരച്ചു നോക്കും, അത് മനസ്സിലാവും പെട്ടെന്ന്.
ഇങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്താ നേരത്തെ പറഞ്ഞ ഏറ്റവും മുകളിൽ 5 വരാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ സ്ട്രക്ചർ പോയില്ലേ, ഒരാഴ്ച വരയ്ക്കാം. ഇവിടെ 5 വരും. പിന്നെ എന്തൊക്കെ എഴുതി? 5, 2, 1, 1 അതിൻ്റെ ഇടയിൽ 6 വരും. 6, 5 ഇടയിൽ എന്താ വരിക? 6, 5 ഇടയിൽ 4 വരും. പിന്നെ 3 അല്ലേ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ 5 ഏറ്റവും മുകളിലെടുത്ത് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു ഭാഗം എവിടെ വരാം? ഇതിൻ്റെ അടിയിലല്ലേ വരിക, ബോട്ടമിലല്ലേ വരിക. അത് മനസ്സിലായോ? 3 ഓക്കെ. ഇപ്പം ഇങ്ങനെ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ചോദ്യം എന്താണ്? വിച്ച് ഡിജിറ്റ് വിൽ ബി ഓൺ ദ സർഫേസ് ഓപ്പോസിറ്റ് ടു ഡിജിറ്റ് 4? ഏത് നമ്പർ ആയിരിക്കും 4ൻ്റെ ഓപ്പോസിറ്റ് വരിക? ഇപ്പം 5 നമ്മൾ എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ 5ന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? 5ന് നേരെ ഓപ്പോസിറ്റ് 5ന് നേരെ താഴെ എന്താണ്? 5ന് നേരെ ബോട്ടം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരാൾ പറയും, ടൈപ്പ് ചെയ്യും. 3 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ? 4ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇപ്പം 4 വിചാരിച്ചോ. ഇപ്പോൾ ഇതൊന്ന് മടിക്ക് ഞാൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും 4ൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1. വെരി ഗുഡ്. 1 വെരി ഗുഡ്. ആർക്കെങ്കിലും 1 എങ്ങനെ വന്ന സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. എങ്ങനെ 5ൻ്റെ 3 മനസ്സിലായില്ലേ? 5ൻ്റെ ഓപ്പോസിറ്റ് 3 വരുന്നെന്ന്. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് 4ൻ്റെ ഇങ്ങനെ ഒന്നാമത്. ഇതിപ്പോൾ ഞാൻ ഡൈസ്, ഇപ്പോൾ നമ്മൾ സോപ്പ് പെട്ടിയൊക്കെ ഇങ്ങനെ തുറന്ന് വെക്കൂലേ, സോപ്പ് പെട്ടിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ ഓരോ ലെയറായിട്ട് തുറന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതൊന്ന് അതേപോലെ തന്നെ തിരിച്ച് മടക്കി വെക്കുന്നവർക്ക് ഇമാജിൻ ചെയ്ത് നോക്ക് ഈ ഒരു ഡ്രോയിങ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. പക്ഷെ നല്ലോണം ഇതാണ് നിങ്ങൾ സെൻറ്റർ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ട് ഇതാണ് ഏറ്റവും ടോപ്പ്. വേറെ കളർ എടുക്കാം. ഇതാണ് നിങ്ങൾ ടോപ്പ് എന്ന് വിചാരിച്ചു. ഇത് ടോപ്പാണ്. ഞാനിപ്പോൾ മടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതിപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ഇത് റൈറ്റ് സൈഡ്. ഇത് ടോപ്പിൻ്റെ മുകളിലത്തെ അപ്പായി. ഇത് നേരെ താഴെയായി. ഇത് ഏറ്റവും ഇത് ഓപ്പോസിറ്റായി. ഇത്ര മനസ്സിലായോ? പകരം നമ്മൾ ഇത് ടോപ്പ് എടുക്കേണ്ട പകരം നമ്മൾ ഇതാണ് എന്ത് ടോപ്പ് എടുത്തത്? ഈ ഒരു ഭാഗം ടോപ്പ് എടുത്തെന്ന് വിചാരിച്ചു. ഈ ഒരു ഭാഗം ടോപ്പ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതതിൻ്റെ എന്താ ഈ റൈറ്റ് സൈഡായി. ഇതതിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ഇതല്ലേ വരിക എന്ന് വിചാരിച്ചു നോക്ക്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡല്ലേ വരിക. ഇത് മടക്കും. നമ്മൾ ഒരു ക്യൂബ് ആക്കാൻ നോക്കുന്നത് ഈ ഒരു സംഭവം, ഒരു സ്ട്രക്ചർ നമ്മൾ ക്യൂബ് ആക്കാൻ നോക്കും മടക്കിയിട്ട്. ഇത് ടോപ്പായി, ഇത് റൈറ്റായി. ഇത് മടക്കി വരുമ്പോൾ ഇതിന് നേരെ അടിയിൽ പോകില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാൻ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പിന്നെയും കാണിച്ചു തരാം അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതാണ് ടോപ്പ്, ഇതാണ് റൈറ്റ്. ഇത് തന്നെയാട്ടോ, സെയിം സാധനം തന്നെയാട്ടോ. ഇത് ഞാൻ മടക്കുമ്പോൾ ഒരു ക്യൂബാക്കി. ഇനി ഇതിൻ്റെ തൊട്ട് സൈഡിലെ സാധനം ഇതെന്തായിരിക്കും? ഇത് അതിൻ്റെ നേരെ ബാക്കിൽ പോകില്ലേ. ഇതും മടക്കി. ഇതിന് 3 കഷ്ണം ഞാൻ മടക്കി വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്കായിരിക്കില്ലേ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കും. എന്നിട്ട് ഇതിപ്പോൾ ടോപ്പാണ്, ഇത് റൈറ്റാണ്. അപ്പോൾ ഇത് മടക്കി വരുമ്പോൾ ഇതെന്തായിരിക്കും? ഇതിൻ്റെ ബാക്ക് സൈഡായിരിക്കും, ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഇത് അപ്പോൾ ഈ എല്ല് എന്തായിരിക്കും? ഇത് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ജോയിൻ ആവില്ലേ? ഈ എല്ല് ഇവിടെ ജോയിൻ ആവില്ലേ? അപ്പോൾ ഇത് തൊട്ട് ലെഫ്റ്റ് സൈഡ് ആവില്ലേ? ഇതാ മനസ്സിലായോ? ഈ ലെഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. അപ്പോൾ ബാക്കി ഇത് ടോപ്പിന് മുകളിലും താഴെത്ത് വരും. അപ്പം നമ്മളോട് ചോദിച്ചത്
4 എന്നുള്ള ഡിജിറ്റ്, ഇപ്പോൾ 4 എന്ന് വെച്ചാൽ ഡിജിറ്റ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ 4 എന്നുള്ള ഡിജിറ്റാണ് ടോപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ 4 എന്നുള്ള ഡിജിറ്റ് എവിടെയാണ് നമ്മൾ എഴുതിയത്? നമ്മൾ എഴുതിയ ഡ്രോയിങ്ങിൽ അതിൻ്റെ കുറച്ച് നല്ലത് 4 എന്നുള്ള ഡിജിറ്റ് നമ്മൾ എവിടെ എഴുതിയത്? ഇവിടെയാണ് എഴുതിയത്. ഇതാണ് നമ്മുടെ സെൻറ്റർ. 4 സെൻറ്റർ ആക്കി എടുത്തെന്ന് വിചാരിച്ചു. 4 സെൻറ്റർ ആക്കി എടുത്താൽ 4ന് നേരെ താഴെയാണ് ഇത്, ഈ ഭാഗം ഡൗണ്, 5 ഡൗണ്. പിന്നെ ആ പിന്നെ അത് മടുക്കുമ്പോൾ ഇതതിൻ്റെ റൈറ്റ് സൈഡായി വരില്ലേ? ഇത് റൈറ്റ് ആവില്ല ഇത് മടക്കുമ്പോൾ, ഈ ഒരു ഭാഗം. ഓക്കെ, ഇത് ലെഫ്റ്റാണ്. ഇത് ലെഫ്റ്റ് ആകുമ്പോൾ ഈ ഒരു ഭാഗം മടക്കി വരുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ആവില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഈ ഭാഗം എന്തായിരിക്കും? ഈ ഒരു ഭാഗം ഒരു ഓപ്പോസിറ്റായി വരുമോ? ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ ചോദിച്ചത്? ഏത് ഡിജിറ്റ് ആയിരിക്കും വിൽ ബി ഇൻ ദ സർഫേസ് ഓപ്പോസിറ്റ് ടു ഡിജിറ്റ് 4? 4ൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്ത് വരും? ഇവിടെ 1 അല്ല ഇട്ടെ, അപ്പോൾ 1 വരില്ലേ? ഓക്കെ, അപ്പോൾ 1 ഇട്ടു. ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം, ഇതേപോലത്തെ ടൈപ്പാണ്, അത് കുറച്ചുകൂടി മനസ്സിലാവും. വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ഫേസ് വിത്ത് നമ്പർ 4? ഇവിടെയും രണ്ട് ക്യൂബ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 ഇവിടെ ഇപ്പോൾ തന്നാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല. 4 നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് സെൻറ്റർ ആക്കി എടുക്കാം. നമുക്ക് ഏതാ എടുക്കുക? ഇത് 2ലുള്ള നമ്പർ ഏതാ? 3 ആണ്. 3 എടുക്കാം. 3 എടുത്തിട്ട് 3ൻ്റെ അടുത്ത് ഏതൊക്കെയാണ് വരാം? 3ൻ്റെ നമുക്ക് വേണേൽ ഇതിലാദ്യം നോക്കാം. നമുക്ക് 3ൻ്റെ മുകളിൽ 6 കൊണ്ട് വെക്കാം. കേട്ടോ, 3ൻ്റെ മുകളിൽ 6 കൊണ്ട് വെക്കാം. എന്നിട്ട് 3ൻ്റെ തൊട്ട് സൈഡിൽ 5 കൊണ്ട് വെക്കാം. എങ്ങനെ വരയ്ക്കുന്ന ആ സ്റ്റെപ്പ് നല്ലോണം ശ്രദ്ധിക്കണം. 3ൻ്റെ തൊട്ട് സൈഡിൽ 5 ഉണ്ടാകും, 3ൻ്റെ തൊട്ട് മുകളിൽ 6 കൊണ്ട് വെക്കാം. പിന്നെ തന്നിരിക്കുന്ന ഡൈസിൻ്റെ വേറൊരു ഈ ഫസ്റ്റ് രൂപം കണ്ടോ, ഇത് വേറൊരു എന്താ പറയുക ആംഗിൾ നോക്കുകയാണ് നമ്മൾ. എന്തായാലും 3ൻ്റെ തൊട്ടടുത്ത് 2 ഉണ്ട്, 3ൻ്റെ തൊട്ടടുത്ത് 1 ഉണ്ട്. അപ്പോൾ അത് എവിടെ കറക്റ്റ് നമുക്ക് ഒരു മൂന്നാമത്തെ ഇമേജ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലേതോ ഒന്ന് 2 ആയിരിക്കും, ഇതിലേതോ ഒന്ന് 1 ആയിരിക്കും. നമുക്ക് ഇവിടെ 1 ഇട്ട് പറയാൻ പറ്റില്ല. ഇതിലേതോ ഒന്ന് 2 ആണ്, ഇതിലേതോ ഒന്ന് 1 ആണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഊഹിക്കാൻ പറ്റും. പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മൾ 4ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്തായാലും 4, ഇവിടെ 2 സ്ഥലത്ത് 4 എന്തായാലും വരില്ല. കാരണം ഇവിടെ 3ൻ്റെ തൊട്ടടുത്ത് ഉള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? 5ഉം 6ഉം 2ഉം 1ഉം ആണ് അല്ലേ? 3ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതൊക്കെയാണ്? 3 തൊടിയിച്ചുള്ള നമ്പർ ഏതൊക്കെയാണ്? 6 വരും, 5 വരും, 2 വരും, 1 വരും. പക്ഷെ 4 കണ്ടിട്ടില്ല. ഒരു നമ്പറിൻ്റെ അടുത്ത് എന്തായാലും 4 നമ്പേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നമ്പർ അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? നമ്പർ 4ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പോൾ 4 എന്തായാലും 3ൻ്റെ കറക്റ്റ് ബാക്കിലേക്കും. അപ്പോൾ തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് വിത്ത് ദ നമ്പർ 4? എന്തായിരിക്കും ഇവിടെ ഉത്തരം? ഒരാൾ പറഞ്ഞ 3 ആയിരിക്കും അല്ലേ? കാരണം നമുക്ക് ഇവിടെ വേറെ 3 തന്നിട്ടില്ല. നമ്മൾ ഈ ഒരു രീതി നോക്കുമ്പോൾ എന്തായിരിക്കും? 3ൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് എന്താണ്? 5, 6, 2, 1 അല്ലേ? 5, 6, 2, 1 ആക്കി വരിക. പക്ഷെ 4 തൊടിയിച്ചില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 4 3ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും അല്ലേ? ഇതാ മനസ്സിലായോ? മനസ്സിലായില്ല? പറയാം. ഓക്കെ, മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. അതിനൊന്നും മടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നീ ഒരു ഡൈസ് എടുത്തെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിൻ്റെ അടുത്തൊരു ഡൈസ് ഉണ്ട്. ആ ഡൈസ് ഇപ്പോൾ എന്തായിരിക്കും? ഈ ഒരു ഷേപ്പിലല്ല ഉണ്ടാവുക. നല്ലോണം വരച്ചില്ല, പ്രശ്നമായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 3 എടുത്തെന്ന് വിചാരിച്ചു, അല്ല ഇവിടെ ഏതെങ്കിലും നമ്പർ എടുത്തെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ആയിട്ടൊരു ഡൈസ് ചെയ്യാൻ വരയ്ക്കുക. 5 എടുത്തു. 5ൻ്റെ തൊടിയിച്ചിട്ട് ഞാനിവിടെ 2 എഴുതി, ഇവിടെ 1 എഴുതി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഈ ഒരു ഭാഗമല്ലേ, ഇവിടെ ഞാൻ എന്ത് ചെയ്ത് 4 എഴുതി.
എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു 6 ചെയ്തു. അപ്പം 5ൻ്റെ നിങ്ങൾക്ക് വേറെ ഡൈസ് നിങ്ങൾക്ക് 3D മോഡ് കാണിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, വെയിറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ കാണുമ്പോൾ എങ്ങനെയാണ്? നോക്കിയേ, ഇവിടെ ഇപ്പോൾ 2 ഉണ്ട്. 2ൻ്റെ തൊടിയിച്ചിട്ട് ഇപ്പോൾ ഏതൊക്കെ നമ്പേഴ്സില്ല? 6 വരും. ഇത് 6 അല്ലേ? അതിൻ്റെ തൊട്ടടുത്ത് 3 വരും, 1 ഉണ്ട്, 4 ഉണ്ട്. പക്ഷെ 2നെ തൊടിയിച്ചിട്ട് നമ്പേഴ്സാണ് 6, 3, 1, 4. പിന്നെ ഏതല്ലാത്തത്? പിന്നെയുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 5 ആണ്. അപ്പം 2ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 5 ആണ്. നമുക്ക് തന്ന ചോദ്യത്തിൽ എങ്ങനെയായിരുന്നു? തന്ന ചോദ്യം നമ്മൾ 3 സെൻറ്റർ ആക്കി എടുത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 3 സെൻറ്റർ ആക്കി എടുത്ത് 3നെ തൊടിയിച്ചുള്ള നമ്പർ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച്. ഇപ്പോൾ 3ൽ 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നുള്ളത് 5ഉം 6ഉം ആണ് അല്ലേ? 5ഉം 6ആണ്. പിന്നെ ആകെ ഇല്ലാത്തത് 4 ആണ്. അപ്പോൾ 4 അതിൻ്റെ ഓപ്പോസിറ്റ് വരും. നമുക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായോ? 4 എന്തായാലും 3ൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് മനസ്സിലായോ? അല്ല, 3 ഏറ്റവും ടോപ്പിലാണല്ല. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിൽ സെൻറ്റർ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തിനാണ് 3 സെൻറ്റർ എടുത്തത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ 2 പിക്ചർ നോക്കുമ്പോൾ 2നും വരുന്നൊരു നമ്പറാണ് 3 അല്ലേ? ഇതൊക്കെ ഇവിടെ ഇപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിലെന്താ 5 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്. 2ലും 3 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ഓട്ടോമാറ്റിക്കലി 3 സെൻറ്റർ ആക്കി എടുത്തു. അപ്പോൾ 3നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രം നോക്കുകയാണെങ്കിൽ 3ൻ്റെ തൊട്ട് മുകളിൽ 2 എഴുതാം. 3ന് തൊട്ട് മുകളിൽ 2 എഴുതി വെക്കാം. നമ്മളിത് റഫാക്കി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. എക്സാം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ വരയ്ക്കാം, മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കാം. പിന്നെ 3ൻ്റെ തൊട്ട് സൈഡിൽ എന്താണ്? 1 ആണ്. പിന്നെയുള്ള ബാക്കി എന്ന് വെച്ചാൽ 3ൻ്റെ അടുത്തുള്ള എന്താണ്? 5 ആണ്. പക്ഷെ ഇത് വേറൊരു വശമാണ്. നമ്മൾ ഡൈസിൻ്റെ വേറൊരു വശമാണ് നോക്കുന്നത്. അതിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കി 2 ഭാഗം എന്ന് വെച്ചാൽ എന്താണ്? 6ഉം 5ഉം ആണ് അല്ലേ? 6ഉം 5ഉം ആണ്. ഇതിൽ 4 ആണ് ഇല്ലാത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4, 3 ഇത് ഓപ്പോസിറ്റായി വരില്ലേ? ഇതിന് നേരെ ബാക്കിലായി വരില്ലേ? ഓക്കെ. അപ്പോൾ തന്ന ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 4? 3ൻ്റെ ഓപ്പോസിറ്റ് അല്ല, 4ൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്തായിരിക്കും? 3 ആയിരിക്കും. നമുക്കത് ഈ ഡയഗ്രാം വരച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുഴപ്പമില്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ്. ഞാൻ എന്താ പറയുക, ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതേ ചോദ്യം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇത് ഈ ഒരു ലെക്ചർ കഴിഞ്ഞിട്ട് ഞാൻ ഈ PPT എന്ത് ചെയ്യും? നമ്മുടെ ഡ്രൈവിലിടും, തുറക്കുക, എന്നിട്ട് ഇതേ ചോദ്യം ചെയ്ത് നോക്കാം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്കിതിന് മുന്നേ ഡൈസ് ചെയ്ത് നോക്കാം. ഇതൊന്നും ചെയ്ത് നോക്കാം. എ ഡൈസ് ഹാസ് ഇറ്റ്സ് ഫേസ് മാർക്ക്ഡ് ബൈ ലെറ്റേഴ്സ്. ഇപ്രാവശ്യം നമ്പേഴ്സ് അല്ല, ലെറ്റേഴ്സാണ്. ഏതൊക്കെയാണ്? ERALONT അല്ലേ? 6 ലെറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഡൈസിൻ്റെ. 6 ആയിട്ട് നേരത്തെ നമ്പേഴ്സ് ഉണ്ട്, ഇപ്രാവശ്യം ലെറ്റേഴ്സാണ്. 2 പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ. 2 പൊസിഷൻ കാണിച്ച് 2 വശം കാണിച്ചു തന്നിട്ടുണ്ട് ഡൈസിൻ്റെ. ഇൻ ദ ഗിവൻ ഫിഗേഴ്സ് വിച്ച് ഫേസ് ഇസ് ഓപ്പോസിറ്റ് ടു ഇൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്തെടുത്ത്? നമ്മൾ ആദ്യം 2 ഡൈസും നോക്കി. 2ൽ വരുന്നൊരു ലെറ്റർ ഏതാണ്? 6 സെൻറ്റർ ആക്കി എടുക്കുക. എന്നിട്ട് 6ൻ്റെ അടുത്തുള്ള ഏതാ ലെറ്റേഴ്സ് നോക്കുക. നമുക്ക് ആദ്യം ഫസ്റ്റ് ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് ഡൈസ് എടുക്കുമ്പോൾ 6ൻ്റെ തൊട്ട് മുകളിൽ എന്താണ്? നമുക്ക് എല്ലാം ആക്കി എടുക്കുക. തൊട്ട് മുകളിലൊന്നുമില്ല. നിങ്ങൾ ഡൈസ് ഇങ്ങനെ കളിക്കുമ്പോൾ അത് പല വർഷമാകുമ്പോൾ ഓരോ സമയത്ത് തന്നെ തൊട്ട് മുകളിൽ നമ്പർ മാറില്ല.
അങ്ങനെ. അപ്പോൾ തൽക്കാലം നമുക്ക് ആറിന് മുകളിൽ എൽ എടുക്കാം, എന്നിട്ട് ആറ് തൊട്ട് സൈഡിൽ ടി എടുക്കുക. അടുത്ത ഡയഗ്രം നോക്കുമ്പോൾ ആറിൻ്റെ അടുത്തുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒയും എയും അല്ലേ? ഒയും എയും. ചോദിച്ചെന്താ ഈൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പോൾ എന്തായാലും ആറിനെ തൊടിയിച്ചിട്ടുള്ളത് എല്ലില്ല, എ ഇല്ല, ടി ഇല്ല, ഒ ഇല്ല. ആൻസർ ഈ സാർ എന്തായാലും ആറിനെ തൊടിയിച്ചുള്ള ലെറ്റേഴ്സ് എൽ, ഒ, എ, ടി ആണ്. എന്തായാലും ഈ തൊടിയിച്ച്, അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ആറിൻ്റെ ഓപ്പോസിറ്റ് ആകുമോ? ഹലോ, ആറിൻ്റെ ഓപ്പോസിറ്റ് ഈ ആകുമോ? അറിയോ? മനസ്സിലായോ? ആറാണ് കണ്ടോ. ഇപ്പം ആറ് തൊടിയിച്ചിട്ട് എല്ലാം ഉണ്ട്, കൊണ്ട് എൻ്റെ ടി ഉണ്ട്. പക്ഷേ ഈ എപ്പോഴാണ് വരിക? ഈ എൻ്റെ ഓപ്പോസിറ്റല്ലേ വരിക? തൊടിയിച്ചാൽ എന്തായാലും ഓട്ടോമാറ്റിക് അത് ഓപ്പോസിറ്റാണ് വരിക. തന്ന ചോദ്യം എന്താ? വിച്ച് ഫേസ് ഇസ് ഓപ്പോസിറ്റ് ടു ഇ? ഈൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആറ്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ചോദ്യം നിങ്ങളൊന്ന് ഒറ്റ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഇപ്പം ഡൈസിൻ്റെ കഴിഞ്ഞ് ഇനി ഏതാ? ഇവിടെ തന്ന ചോദ്യം നോക്കും. ഇവിടെ എങ്ങനെ തന്നെ ഈ ഒരു ഡയഗ്രാം, ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ എം എൻ, ഇവിടെ ഇവിടെ എം എൻ ഉണ്ട് കേട്ടോ, അത് ഇവിടെ വരച്ച് കിട്ടില്ല. ഓക്കെ, എമ്മും എന്നും. ഇതൊരു മിററാട്ടോ. ഈ വര വരച്ച ഇങ്ങനെ വരച്ച ഇതൊരു മിററാണ്. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ണാടി ഒരു സാധനം വെക്കുമ്പോൾ അത് നേരെ തിരിച്ചല്ലേ കാണാം. തിരിച്ചാൽ ലെഫ്റ്റ് റൈറ്റ്. നിങ്ങൾ ഷർട്ടൊക്കെ ഇടുമ്പോൾ ആ ഷർട്ടിലുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ കണ്ണാടി നേരെ തിരിച്ചല്ലേ കാണാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മിററിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ തന്ന ഓപ്ഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരിക്കും? ഏതൊക്കെ ഓപ്ഷൻ നോക്കിയിട്ട് പറയാം. കുറച്ചൊരു ചെറുതാക്കാം, പ്രസൻറ്റ് ചെയ്യാം. കാണുന്നുണ്ടോ നമുക്ക്? ഓക്കെ, ഇപ്പോൾ ഇത് മിറർ ഇമേജ് ആകുമ്പോൾ ആദ്യം എന്തെങ്കിലും കാണാം? റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ആവുന്ന രീതിയിൽ കാണൂലേ അല്ലേ? ഇപ്പം ഈ ആരോ ഈ ആരോ ഇത് കണ്ടോ? ഈ ആരോ എങ്ങനെയൊക്കെ വരിക? ബി ആണ് കറക്റ്റ്. ഇതുണ്ടോ? ഈ ആരോ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും. ഇതോ ഈ വട്ടോ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. പിന്നുള്ളത് ഈ സിയും തിരിഞ്ഞ് ഇങ്ങനെ വരും. ഇതെങ്ങനെ ഉണ്ടാവും വരും? ഇതങ്ങോട്ട് നേരെ തിരിയും, ഇതിങ്ങനെ വരും. ഇപ്പോൾ അതല്ലേ, ബി അല്ലേ? അപ്പോൾ ബി ആണ് ഉത്തരം. വെരി ഗുഡ്. കുറേ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, എ ക്ലോക്ക് സീൻ ത്രൂ എ മിറർ ഷോസ് 6:45. വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം ഷോൺ ബൈ ദ ക്ലോക്ക്? ഒരു ക്ലോക്ക് നമ്മൾ കണ്ണാടിയിൽ ഇതേപോലെ തന്നെ നേരത്തെ ചോദ്യം കണ്ണാടിയിൽ വെച്ചപ്പോൾ സമയം കാണിച്ചത് എന്താ? 6:45 എന്നാണ്. ഇത് 6:45 കാണാൻ എങ്ങനെ ഉണ്ടാവും? ക്വാർട്ടർ എന്ന് വെച്ചാൽ കാലാണ്. ക്വാർട്ടർ വെച്ചാൽ പകുതിൻ്റെ പകുതിയാണ് അല്ലേ? 1/4. 1/4 ക്വാർട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ? 6:45 എന്നാണ്. 6:45 എന്ന് വെച്ചാൽ 7 എന്ന് വെച്ചാൽ 7 ആവാൻ ഇനിയും 1/4 മിനിറ്റ് ബാക്കി, ആ മണിക്കൂർ ബാക്കിയുണ്ട് നാട്ടിൽ. അപ്പോൾ നിങ്ങളോട് എഴുതിയത് ക്വാർട്ടർ പാസ്റ്റ് 7 ആണെങ്കിലോ
ക്വാർട്ടർ പാസ്റ്റ് 7 എന്ന് വെച്ചാൽ 7 മണി കഴിഞ്ഞ് കാ മണിക്കൂറായതാണ്. ഇവിടെ എഴുതി എന്താ ക്വാർട്ടർ ടു 7. ക്വാർട്ടർ ടു 7 എന്ന് വെച്ചാൽ 7 ആവാൻ ഇനിയും കാ മണിക്കൂർ ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ആ ക്ലോക്ക് കാണാൻ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറ. വലുതാക്കി നിങ്ങളൊന്ന് വരച്ച് നോക്കും, എന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയൊക്കെ ഉണ്ടാവാൻ നോക്കി നോക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ക്ലോക്കാണെന്ന് പറഞ്ഞു. 12, 3, 6, 9 അതിൻ്റെ ഇടയിൽ 1, 2, 4, 5, 7, 10, 11. അപ്പോൾ ക്വാർട്ടർ ടു 7 എന്ന് വെച്ചാൽ 7 മണിയാവാൻ ഇനിയും കാ മണിക്കൂർ ബാക്കിയാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും സമയം എന്തായിരിക്കും? 6:45. 6:45 ചെറിയ സൂചി ഇവിടെ, വലിയ സൂചി ഇവിടെ. 6:45 സമയം വരാം. ഇതെന്താണ്? ഇത് മിറർ ഇമേജാണ് അല്ലേ? ഇത് മിറർ ഇമേജാണ്. ഇപ്പം ഇതിന് ഒറിജിനൽ ഇമേജ് എങ്ങനെയൊക്കെ ഉണ്ടാവും കാണാം. ഒറിജിനൽ ഇമേജ് എങ്ങനെയും കാണാം. ഇപ്പോൾ ഇത് ഇങ്ങനെയല്ല ഉണ്ടാവുക, മനസ്സിലായോ? പിന്നെ ഒറിജിനൽ ഇമേജ് ഇങ്ങനെയല്ല ഉണ്ടാവും. ആ അപ്പം ഈ ഒരു സമയം ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ ഇടുന്നുണ്ട്, എ എന്ന് ഇടുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു സമയം എന്താണ്? ചെറിയ സൂചി 6 ചെറിയ സൂചി കേട്ടോ, അവർ ഹാൻഡാണ്, ഇത് മിനിറ്റ് ഹാൻഡാണ്. അപ്പോൾ 6:50 അല്ലേ? ഒരാൾക്ക് ഉത്തരം തന്നുണ്ട്. ഓക്കെ, 6:50. വെരി ഗുഡ്. ആ മനസ്സിലായോ എങ്ങനെയാണ് 6:15 കിട്ടുന്നതെന്ന്? ഓക്കെ. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ടു 7 എന്ന് വെച്ചാൽ എന്താണ്? 7 മണിയാവാൻ ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ട്, 3/4 മണിക്കൂർ ബാക്കി. ക്വാർട്ടർ എന്ന് വെച്ചാൽ കാലാണ്. അപ്പോൾ ക്വാർട്ടർ ടു 7 എന്ന് വെച്ചാൽ 7 മണിയാവാൻ ഇനിയും 1/4 മണിക്കൂർ ബാക്കിയുണ്ട്. ക്വാർട്ടർ പാസ്റ്റ് ആണെങ്കിൽ 7 മണി കഴിഞ്ഞിട്ട് 1/4 മണിക്കൂറായി എന്നാണ്. എന്ന് വെച്ചാൽ 7:15. ഇനി ഹാഫ് പാസ്റ്റ് ക്വാർട്ടർ എന്ന് വെച്ചാൽ 3/4. ഹാഫ് പാസ്റ്റ് ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? 3/4. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഞാൻ പ്രോപ്പറായിട്ട് നമുക്ക് ലിസ്റ്റ് തരാം. ഓക്കെ, അടുത്ത കാര്യം, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ഫിഗർ എക്സ് വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. എന്താണ് വെച്ചത്? സെലക്ട് ദ കറക്റ്റ് ഇമേജ് ഓഫ് ഫിഗർ. ഇതാണ് ഫിഗർ കേട്ടോ, ഫിഗർ എക്സ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ചോദിച്ചത് എന്താ? ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? ഈ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. മിറർ ഈ ഇമേജിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും കാണാൻ? ഇപ്പോൾ റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഇതല്ലേ. ഇപ്പോൾ മിറർ ഇമേജ് എങ്ങനെ ഉണ്ടാവും? കറക്റ്റ് മിറർ ഇമേജ് എങ്ങനെയൊക്കെ ഉണ്ടാവുക? ലെഫ്റ്റ് റൈറ്റോ റൈറ്റ് ലെഫ്റ്റോ അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. ഇതും നോക്കണം, ഈ കൊണ്ടാണോ എൻ്റെ പകുതി ഷെയ്ഡിലല്ലേ? അപ്പോൾ അതങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിലേത് കറക്റ്റ് വരുന്നത്? ഡി ആണോ? ഡി ആണ്. വെരി ഗുഡ്. അപ്പോൾ ഈ സിയും ഡിയും എന്താ വ്യത്യാസം വരുന്നത്? ആ വൈ ശ്രദ്ധിക്കണം. കണ്ടോ ഈ വൈ എങ്ങനെ വരുന്നത്? ഈ വൈ മിറർ ഇമേജ് ആകുമ്പോൾ ഇങ്ങനെ തിരിയൂലേ? ആ വൈ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ ഓപ്ഷനും ഈ ലെഫ്റ്റ് എല്ലാം മാറും, ഡയറക്ഷൻ മൊത്തം മാറും. അപ്പോൾ ഈ വൈ ഉള്ളത് ഇവിടെ എങ്ങനെയായി മാറി? ഇങ്ങനെയായി മാറി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഡി കിട്ടി. അടുത്തതിൽ പോകാം. ഇതാണ് നല്ലൊരു ചോദ്യം. വാട്ടർ ഇമേജ്. ഇത് വാട്ടർ ഇമേജ് ആട്ടോ. വാട്ടർ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? പുഴയിലൊക്കെ പോകുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു മിറർ ഇമേജ് കാണില്ലേ? തല കുത്തനെ കാണുമല്ലോ. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാല് കാണും, അതിന് താഴേക്ക് നമ്മുടെ ശരീരം, പിന്നെ നമ്മുടെ തല കാണുന്നത്. അതുപോലത്തെ ഒരു ഇമേജാണ്. അപ്പോൾ ഈ തന്നൊരു ഇതിപ്പോൾ നമ്പേഴ്സ് അല്ലേ, നമുക്ക് കുറച്ച് ഇതിൻ്റെ വേറെ രൂപം നോക്കാം. അതായത് നോക്കാം, അത് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് വെച്ച് നോക്കാം. ഇതാണ് തന്ന ഇമേജ്. ഇതിൻ്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാട്ടർ ഇമേജ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? നോക്കി പറ.
സിയോ, സി എന്ന് പറഞ്ഞു ഡി. ഡി അല്ല വരാം. കറക്റ്റ് ഇതിൻ്റെ സെയിം സാധനമായിട്ട് വരാം. എന്തായാലും എ വരില്ല. എ എന്താണ്, എ ഒരു മിറർ ഇമേജ് പോലെ, അപ്പോൾ എ എന്തായാലും വരില്ല. ബിയും വരില്ല, ബി ഒരു ഡയറക്ഷൻ മാറിപ്പോയി, അതും വരില്ല. സിയും വരില്ല. അപ്പം ഓട്ടോമാറ്റിക് നമുക്ക് പെട്ടെന്ന് ഡി ആണെന്ന് മനസ്സിലാവും. എന്തായാലും ബാക്കി 3 നമുക്ക് ആദ്യം തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതേപോലെ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഉത്തരം പറയാം. വെരി ഗുഡ്. നേരത്തെ എല്ലാവരും കറക്റ്റ് പറഞ്ഞുണ്ട്. ഇനി ഇത് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? ഈ വി ഒക്കെ ഇങ്ങനെ തല കുത്തനുണ്ടോ? ജി ഒക്കെ ഇങ്ങനെ ആയിട്ട് വരും. എസ് തല കുത്തന. ഡി ആണോ? ഡി എന്താ പറയുക? സി അല്ലേ? എസ് തല വരുന്നു, 6 തല വരുന്നു. സി ആണ്. മനസ്സിലായോ സി എങ്ങനെ വരുന്നതെന്ന്? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി അടുത്ത ചോദ്യം എന്താണ്? ചൂസ് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഇസ് ക്ലോസ്ലി റിസംബിൾസ് ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഗിവൺ വേർഡ് ന്യൂക്ലിയർ. ഈ തന്ന വേർഡിൻ്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിക്കണം. ന്യൂക്ലിയറിൻ്റെ വാട്ടർ ഇമേജ് ഏതാണ്? ബി ആണ്. ന്യൂക്ലിയർ ഇത് വരുമോ? ബി വരില്ല. ബി അല്ലല്ലോ, ബി എല്ല് തെറ്റുന്നില്ല. പിന്നെന്താ ഡി ആണോ പറഞ്ഞത്? ഡി. ഓക്കെ, എല്ല് ശരി, ഇ ശരി, എ ശരി. ഡി അല്ലേ വരാം. എല്ലാവരും നോക്കിക്കേ. എൻ ശരിയാണ്, യു ശരിയാണ്, സിയും ശരിയാണ്, ഇയും ശരിയാണ്, എയും ശരിയാണ്. ഡി. എല്ലാവർക്കും ഡി അല്ലേ കിട്ടുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ടൈപ്പ് ചോദ്യം. ഇത് നോക്കിക്കേ. ഇത് ഓൾറെഡി ഒന്ന് വരച്ച് വെച്ച് പോയി, ഒന്ന് ഇഗ്നോർ ചെയ്യാം. ഇതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മിറർ ഇമേജ് ഈ തന്ന ഇപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ചെയ്ത് അതിലേതാണെന്ന് സെലക്ട് ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ഈ ഫ്ലാഗിൻ്റെ ദിശ മാറില്ല. ഇതിലേതേക്കും വരിക? ക്യാമറ. അപ്പോൾ ഇതിൽ ഒരു ഇത് നോക്കുമ്പോൾ എയും സിയും ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ടല്ലേ? എയും സിയും ഒരേപോലെ തന്നെ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഇതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. മനസ്സിലായില്ലേ? എയും സിയും അല്ലേ? സിയും എയും സിയും ഒക്കെ സെയിം തന്നെയല്ലേ? മിസ്റ്റേക്ക് വന്നായിരിക്കും. ഓക്കെ, അടുത്തത്. വിച്ച് ആൻസർ ഫിഗർ ഈസ് എക്സാക്ട് മിറർ ഇമേജ് ഓഫ് ഗിവൺ? തന്നതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും? നോക്കിക്കേ. ബി. ബി ആണോ? ഇത് ഓക്കെ. സോറി, വരയ്ക്കുന്നില്ല. നിങ്ങൾ നല്ലോണം നോക്കിക്കുക. എല്ലാവരും നോക്കിക്കാം. ഇതല്ലേ വരിക? ഈ ചെറിയ പല്ല് ആദ്യം, പിന്നെ ഒരു വലിയ പല്ല്, പിന്നെ ഇങ്ങനെ താഴെ 3 അങ്ങനത്തെ വേറൊരു ഫിഗറും ഇല്ല. ബാക്കിയൊക്കെ തെറ്റാണ്, ഒന്നും വരില്ല. അപ്പോൾ ബി കിട്ടി. ഓക്കെ, ഇനി ഡൈസിൻ്റെ ഒരെണ്ണം കൂടി ചെയ്യാം നമുക്ക്. ഡൈസിൻ്റെ ഓക്കെ, ഇത് നമുക്ക് നിർത്താം. എന്താ ചോദിച്ചത്? 4 forms of a dice are shown below. In this dice, which word will be? എന്താണ് നമ്മൾ? ഇതാണ് ഒരു ഡൈസിൻ്റെ 4 വശം. നമുക്ക് നേരത്തെ ചോദ്യത്തിലൊക്കെ 2 വശം തന്നത്, ഇപ്പോൾ 4 തന്നിട്ടുണ്ട്. നമ്മൾ ഏത് സെൻറ്ററാക്കി എടുക്കണം? സി സെൻറ്ററാക്കി. കാരണം സി ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സി സെൻറ്ററാക്കി എടുക്കുക. ഇത് നമുക്ക് നോക്കാം. ആദ്യത്തിൽ നമുക്ക് ഏറ്റവും മുകളിൽ ബി ആക്കി എടുക്കാം. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ നമ്മൾ ഊഹിച്ചങ്ങ് എടുക്കുകയാണ്. സീനെ ഏറ്റവും മുകളിൽ ബി എടുത്ത്, എന്നിട്ട് സിയും ബിയുടെ ഇടയിൽ നമ്മൾ എ എടുത്ത്, സീനെ തൊടിയിച്ചിട്ടും എ ഉണ്ട്, ബി ഉണ്ട്. അടുത്തതിൽ സീനെ തൊടിയിച്ചിട്ട് എ ഉണ്ടെങ്കിൽ സിയും എൻ്റെ ഇടയിൽ ഇ വരുന്നുണ്ട് അല്ലേ? ഇ വരുന്നുണ്ട്.
പിന്നെന്താണ്, പിന്നെ സീനെ തൊടിച്ചിട്ട് ഇയും ഡിയും ഉണ്ട്. ഡി എവിടെയൊക്കെയാണ്? സി വിൻ്റെ ഇടയിൽ ഡി കിട്ടി. അടുത്ത ഇമേജിൽ എന്താ? അടുത്ത ഇമേജിൽ സീൻ്റെ ഇടയിൽ ബിയും ഉണ്ട്. ഓക്കെ, ഇത് ഡി അല്ലേ? സി ഉണ്ട്, ബി ഉണ്ട്. ഇനി ഇതിലില്ലാത്തൊരു ലെറ്റർ ഏതാണ്? ഓക്കെ, ഇപ്പോൾ തന്ന ചോദ്യം എന്താ? ഡീൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഞാൻ ചോദിച്ചത്. അപ്പോൾ ഡീൻ്റെ ഓപ്പോസിറ്റ് എന്താ? പെട്ടെന്ന് കിട്ടിയല്ലോ, എ ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഡീൻ്റെ ഓപ്പോസിറ്റ് എ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെക്കാം. അപ്പോൾ വേണം. അടുത്തത് 1 2 നമുക്ക് 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 4 രീതിയിൽ തന്നു. 3ൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? സെൻറ്റർ ഏതെടുക്കുക? തൽക്കാലം നമുക്ക് 3 എടുക്കുക. 4 എണ്ണത്തിലും വരുന്ന നമ്പർ ഇല്ല. ഒരു 3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. 3 അങ്ങ് എടുക്കാം, നിങ്ങൾ ഇഷ്ടമുള്ള എടുക്കാം. ഇത് 2 3 വരുന്നുണ്ട്. 2 2 2 ഇതങ്ങ് എടുക്കാം. ജസ്റ്റ് നിങ്ങൾ വരിക്കുന്ന കറക്റ്റ് ആയാൽ മതി. ഇനി 3നെ തൊടിയിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, ഫസ്റ്റിൽ 3ൻ്റെ കൂടെ 2 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, ഇനി മറ്റേ രണ്ടാമത്തെ 2ൻ്റെ കൂടെ 3ൻ്റെ കൂടെ 2 ഉണ്ട്, 1 ഉണ്ട്. ഈ 1 എന്ന് പറഞ്ഞാൽ 2ഉം 3ൻ്റെ ഇടയിലായിരിക്കണം. മറ്റേ ഇതിൽ 3ൻ്റെ കൂടെ 4ഉം 5 ആണ്. അപ്പോൾ 5 അവിടെ വരും, 3ഉം 4ഉം ഇടയിൽ. അടുത്ത ഡയഗ്രാമിലോ അടുത്ത ഡയഗ്രാം 6 വരുന്നുണ്ട്. ഈ 6 എവിടെയാണ്? 2ഉം 4ഉം ഇടയിൽ. 6 2ഉം 4ഉം ഇടയിലാണ് നമുക്ക് എന്താണ് അവിടെ എഴുതാം. അപ്പോൾ തന്ന ചോദ്യത്തിൽ 3ൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? 3ൻ്റെ ഓപ്പോസിറ്റ് ഏതാ? 6. ഇതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അതേ ഉള്ളൂ. സോ അതായിരുന്നു, ഇതാണ് ഇന്നടുത്ത വിഷ്വൽ അനോളജി ഇന്നത്തെ ക്ലാസ്സിൻ്റെ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആക്കി ചെയ്യട്ടോ. ഇതും ഉണ്ടാവും, കുറച്ച് 4-5 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു ഈസി സ്കോറിങ് എന്താണ് ഭാഗമാണ് ജനറൽ ടെസ്റ്റ്. ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ചോദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 3 എണ്ണം ഉണ്ടാവും. ഇങ്ങനത്തെ ഡൈസൺ ഉണ്ടാവും, മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ഉണ്ടാവും, വാട്ടർ ഇമേജ് കണ്ടുപിടിക്കാൻ ഉണ്ടാവും, ലെറ്റേഴ്സ് തരുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകാം. ഇപ്പോൾ സാധാരണ ജനറൽ ടെസ്റ്റ് പ്രത്യേകിച്ച് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടുന്ന മാത്രമല്ല, പെട്ടെന്ന് സ്പീഡിലും നോക്കണം. ജനറൽ ടെസ്റ്റ് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുക, കൺഫ്യൂസ് ആക്കുക, എന്നിട്ട് നിങ്ങളുടെ സമയം കളയാൻ നോക്കുക. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചോളാം. പിന്നുള്ളത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്മൾ ഇന്നത്തെ HCF LCM, അതിൻ്റെ കുറേ ഇനിയും ഷോർട്ട് കട്ട്സും ട്രിക്സ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒന്നും എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുക. എന്നാൽ അവിടെ എക്സാം ഹോളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റർ കൊണ്ടുപോകാനാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടാൻ നോക്കണം കാൽക്കുലേഷൻ. ഓക്കെ, മോക്ക് എന്താ നടക്കുക? മോക്ക് നമുക്ക് ഇനിയിപ്പോൾ സമയം എന്താണ്? ഇപ്പോൾ എത്ര തീയതി? 12 നമുക്ക് അടുത്തൊരു തേഴ്സ്ഡേ നടത്താം കേട്ടോ. നമുക്ക് പറയാം എന്തായാലും വെഡ്നസ്ഡേ തേഴ്സ്ഡേ നമുക്കൊരു മോക്ക് നടത്താം, നമുക്ക് അറിയിക്കാം. പിന്നെ എന്തായാലും എക്സാം 17-നല്ലേ? എക്സാം 17-നാണെങ്കിൽ നമുക്ക് 15 16 മോക്ക് നടത്താം. 15 16 2 ദിവസം നമുക്ക് അടുപ്പിച്ച് മോക്കാം. ഈ ഇങ്ങനത്തെ ടൈപ്പ് എല്ലാ ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസ് വേണം, സമയത്തിനുള്ളിൽ ഉത്തരം ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ വേണം ചോദിച്ചാൽ. ഇനി എന്തെങ്കിലും ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ എൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒച്ച കുറവായിരുന്നോ കൂടുതലായിരുന്നു?
വാട്സപ്പ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഉച്ചയെന്ന് ഞാൻ വിചാരിക്കും. സെറ്റ് മര്യാദക്ക് വരുന്ന സെറ്റ് മര്യാദക്ക് ആയിരുന്നു ഇന്നലെ കൈയാക്കിയത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് ആ LCM HCF ഒന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമുക്ക് അത്രയൊന്നും എടുത്തില്ല, കുറച്ചുകൂടി എടുക്കാനുണ്ട്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കുറച്ച് ടോപ്പിക്ക് ബാക്കിയുണ്ട്. പിന്നെ നമുക്കൊരു മോക്കും കൂടി നടത്താം. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ നോട്ട് ചോദിക്കുന്നുണ്ട്. നോട്ട് പ്രശ്നം എന്താ വെച്ചാൽ അത്ര പെട്ടെന്ന് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് ശരിയാണോ തെറ്റാണോ അല്ല. അപ്പോൾ നിത ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഗ്രാമേഴ്സിൻ്റെ അത് കിട്ടുമോ. അത് ഞാൻ ഇന്ന് രാത്രി തന്നെ തരാം കേട്ടോ. ഇന്നലെ വിട്ടു പോയത്, കുറച്ച് കോളേജിൽ തിരക്ക് കാരണം വിട്ടുപോയതാ. ഓക്കെ, വേണേൽ ഇംഗ്ലീഷ് ഗ്രാമറിനായിട്ട് വേണ്ടി നമുക്കൊരു ക്ലാസ് മാറ്റി വെക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കാം ഇംഗ്ലീഷ് ഗ്രാമേഴ്സിന് വേണ്ടിയിട്ട്. ക്ലോക്കിലൊരു ക്വസ്റ്റ്യൻ ബാലൻസ് അതും ചെയ്യാം. ക്ലോക്കിനൊരു ക്വസ്റ്റ്യൻ ഇല്ല, അതും ഉണ്ട് കേട്ടോ. അതും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അതന്നെ അത് ശരിക്കും ഇക്വേഷൻ ശരിയാട്ടോ. അത് ആ ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ടാണ്. അതൊരു മോഡുലേസ് വെക്കാണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ് എന്തായാലും ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, സീ യു.